ഹായ് ഗായ്സ്, ഗലിബ്രോന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ആഴ്ചത്തെ വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. 9 പേരും നല്ല മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മണിക്കൂർ വിട്ട് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറത്തിന് വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി വിജയിക്കത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറുകളിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസ് പറയുന്ന നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണണേ. ഏതായാലും ഇന്ന് രാത്രി 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ് തുടരുന്നത്. ജിൻഡോ മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് വെല്ലുവിളി ഉയർത്താൻ തക്ക വിധത്തിൽ ആരുമില്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നുള്ളത്. 1,10,230 വോട്ട് നേടി 1-ാം പൊസിഷൻ തന്നെ നിലനിർത്താൻ ജിൻഡോയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2-ാം പൊസിഷനിൽ ജാസ്മിൻ തന്നെയാണ് തുടരുന്നത്. ജാസ്മിന് തുടക്കത്തിൽ തന്നെ നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. ജിൻഡോയുടെ അത്ര വോട്ടിംഗ് ഇല്ലെങ്കിൽ കൂടെ ജിൻഡോയുടെ തൊട്ട് പിന്നിലായി 78,301 വോട്ട് നേടി തന്നെ 2-ാം പൊസിഷൻ നിലനിർത്താൻ ജാസ്മിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3-ാം പൊസിഷനിൽ നമ്മുടെ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. അഭിഷേക് നല്ലൊരു ഫൈറ്റാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലെ അപേക്ഷിച്ച് വളരെയധികം വോട്ടിംഗ് മുന്നേറ്റമാണ് ഈ ആഴ്ചയിൽ കണ്ടുവരുന്നത്. 70,199 വോട്ട് നേടി ജാസ്മിൻ്റെ തൊട്ട് പിന്നാലെ 3-ാം പൊസിഷനിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 4-ാം പൊസിഷനിൽ അർജുൻ തന്നെയാണ് തുടരുന്നത്. അർജുനും ജാസ്മിനും ശരിക്കും പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തുടക്കം കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 69,878 വോട്ട് നേടി തൻ്റെ 4-ാം പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചടക്കിയിരിക്കുകയാണ് അർജുൻ. 5-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് അൻസിബ കയറി വന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അമ്പരപ്പിക്കുന്ന ഒരു വോട്ടിംഗ് മുന്നേറ്റമാണ് അൻസിബയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അൻസിബ 5-ാം പൊസിഷനിലേക്ക് കയറി വന്നത്. ഇപ്പോൾ 66,705 വോട്ട് നേടിയാണ് 5-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 6-ാം പൊസിഷനിലേക്ക് വീണ്ടും അട്ടിമറി മുന്നേറ്റമായി ഋഷി കയറി വന്നിരിക്കുകയാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ പിന്നിലായിരുന്ന ഒരു മത്സരാർത്ഥിയും ഈ ആഴ്ച പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ശ്രീധുവിനെ അട്ടിമറിച്ചുകൊണ്ട് 61,201 നല്ലൊരു വോട്ട് നേടി താൻ 6-ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 7-ാം പൊസിഷനിലേക്ക് ശ്രീധു തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു വോട്ടിംഗ് സ്റ്റാറ്റസിൽ ശ്രീധു 7-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുന്നത്. ഇപ്പോൾ 61,007 വോട്ട് നേടിയാണ് ആ 7-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അർജുനും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീധുവിന് വോട്ട് ഇപ്പോൾ കുറയുന്നത്. 8-ാം പൊസിഷനിൽ അപ്സരയാണ് ഉള്ളത്. അപ്സര ഈ തവണ വളരെ വലിയ ഒരു വോട്ടിംഗ് ഇടിവാണ് കണ്ടുവരുന്നത്. 55,301 വോട്ട് നേടി ഡേഞ്ചർ സോണിലായ 8-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ് അപ്സര. 9-ാം പൊസിഷനിൽ ഇപ്പോഴും നമ്മുടെ റസ്മിൻ ബായ് തന്നെയാണുള്ളത്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ ബായ്. റസ്മിൻ്റെ വോട്ടിങ്ങിൽ യാതൊരു മുന്നേറ്റവും ഇതുവരെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 45,002 വോട്ട് നേടി 9-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. താങ്ക്